വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ടൂർണമെന്റിലുടനീളം മികച്ച ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ച് വന്ന സൗത്ത് ആഫ്രിക്കൻ ബൗളേഴ്സിനെ തലങ്ങും വിലങ്ങും ഈഡൻ ഗാർഡന്റെ മണ്ണിൽ ബൗണ്ടറിയിലേക്ക് പായിച്ചുകൊണ്ട് വെറും 33 പന്തുകളിൽ നിന്ന് സെഞ്ചുറി പൂർത്തിയാക്കി റെക്കോർഡിട്ട ഫിൻ അലനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ ഫിൻ അലൻ ഇന്ന് ഡൽഹിയുടെ മേൽ സംഹാര താണ്ഡവമാടിയിരിക്കുന്നു. വെറും 47 പന്തുകളിൽ നിന്ന് 10 സിക്സും 5 ഫോറും അടക്കം സെഞ്ചുറി പൂർത്തിയാക്കിക്കൊണ്ട് 8 വിക്കറ്റിന്റെ മികവുറ്റ വിജയം നേടിക്കൊടുക്കുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്. എന്തൊരു അത്ഭുതമാണ് കൊൽക്കത്ത നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടരെ പരാജയങ്ങളുമായി IPL തുടക്കമിട്ട കൊൽക്കത്ത വിജയവഴിയിലേക്ക് തിരിച്ചെത്തുന്നു. 10 മത്സരം പൂർത്തിയാകുമ്പോൾ ആദ്യ 6 മത്സരങ്ങളിൽ 5ഉം പരാജയം. പഞ്ചാബുമായുള്ള മത്സരത്തിൽ മഴ മൂലം ലഭിച്ച 1 പോയിന്റ് മാത്രമാണ് 6 മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനുണ്ടായിരുന്നത്. എന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് കളിച്ച 4 മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് പോയിന്റ് പട്ടികയിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് തൊട്ടു താഴെയായിക്കൊണ്ട് 7ാം സ്ഥാനത്ത് 9 പോയിന്റോടെ കരുത്ത് കാട്ടിയിരിക്കുന്നു. ഇനി ശേഷിക്കുന്ന 4 മത്സരങ്ങളും ജയിച്ചാൽ 17 പോയിന്റോടെ ഉറപ്പായും പ്ലേ ഓഫ് കളിക്കാം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്. തോൽവിയുടെ ആഴക്കടലിൽ നിന്ന് വിജയവഴിയിലേക്ക് അത്ഭുതകരമായി തിരിച്ചു വരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. പറയാതിരിക്കാൻ കഴിയില്ല. IPL പാതി വഴിയാകുമ്പോഴേക്ക് എല്ലാവരും കൈയൊഴിഞ്ഞൊരു ടീം തന്നെയായിരുന്നു കൊൽക്കത്ത. പക്ഷേ ആരാധകരുടെ പ്രതീക്ഷകൾ കാത്തുകൊണ്ട് തിരിച്ചു വരുന്നു സ്വപ്നതുല്യമായൊരു കംബാക്ക് എന്ന് പറയണം. ഡൽഹിക്കെതിരെ ഇന്ന് ഡൽഹിയുടെ സ്വന്തം തട്ടകത്തിൽ ടോസ് ലഭിച്ച കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ബൗളിംഗ് തെരഞ്ഞെടുക്കുന്നു. എന്നാൽ ആദ്യ വിക്കറ്റ് വീഴ്ത്താൻ 49 റൺസ് വരെ കാത്തിരിക്കേണ്ടി വന്നു കൊൽക്കത്തക്ക്. നല്ലൊരു തുടക്കമായിരുന്നു പാത്തും നിസംഗയും KL രാഹുലും ചേർന്ന് ഡൽഹിക്ക് നൽകിയത്. പക്ഷേ 49ാം റൺസിൽ ഡൽഹിക്ക് ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നു. 23 റൺസുമായി രാഹുൽ മടങ്ങുന്നു. പിന്നീട് വന്ന നിതീഷ് റാണ വെറും 8 റൺസിന് പുറത്താകുന്നു. വിശ്വസ്തനായ സമീർ റിസ്വിക്ക് നേടാനായത് വെറും 3 റൺസ് മാത്രം. 50 നേടിയ പാത്തും നിസംഗയും പുറത്താകുന്നു. മധ്യനിരയെ കാക്കേണ്ട ഉത്തരവാദിത്തമുണ്ടായിരുന്ന സ്റ്റെപ്സും ഇന്ന് നിരാശപ്പെടുത്തുന്നു. അവിടെ രക്ഷകനായത് 39 റൺസ് എടുത്ത അശുതോഷ് ശർമ്മയായിരുന്നു. ക്യാപ്റ്റൻ അക്സർ പട്ടേലിന് 22 പന്തുകളിൽ നേടാനായത് വെറും 11 റൺസ് മാത്രം. 20 ഓവർ പൂർത്തിയാകുമ്പോൾ ഡൽഹിക്ക് നേടാനായത് 8 വിക്കറ്റ് നഷ്ടത്തിൽ 142 മാത്രം. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ കൊൽക്കത്തയുടെ ആദ്യ വിക്കറ്റ് 29 റൺസിൽ ഒരു റൺഔട്ടിലൂടെ ക്യാപ്റ്റൻ അജിങ്ക്യ രഹാന പുറത്തു പോകുന്നു. 31 റൺസിൽ രഘുവൻഷിയുടെ വിക്കറ്റും നഷ്ടമാകുന്നു. പിന്നീടാണ് ഫിൻ അലനും കാമറൂൺ ഗ്രീനും ചേർന്ന് ഒരു അത്യുജ്വല പാർട്ണർഷിപ്പ്, ഒരു അപരാജിത പാർട്ണർഷിപ്പ് പടുത്തുയർത്തുന്നത്. വെറും 66 പന്തുകളിൽ 116 റൺസ് എടുത്തുകൊണ്ട് വിജയലക്ഷ്യമായ 142 മറികടന്നുകൊണ്ട് 8 വിക്കറ്റിന്റെ അത്യുജ്വല വിജയം. 27 പന്തുകൾ നേരിട്ട് കാമറൂൺ ഗ്രീൻ നേടിയത് 33 റൺസ് ആണെങ്കിൽ വിജയിക്കാൻ 2 റൺസും ഫിൻ അലന് സെഞ്ചുറിയിലേക്ക് 6 റൺസും ആവശ്യമുള്ള സമയത്ത് 15ാം ഓവറിന്റെ 2ാം ബോൾ മിഡ് വിക്കറ്റിലേക്ക് 6ലേക്ക് പറത്തിക്കൊണ്ട് സെഞ്ചുറി പൂർത്തിയാക്കുന്നു. വിജയം നേടുന്നു. കൊൽക്കത്ത വീണ്ടും കുതിപ്പ് തുടരുന്നു. 47 പന്തുകളിൽ മികവുറ്റ സെഞ്ചുറി നേടിയ ഫിൻ അലൻ തന്നെയാണ് ഇന്നത്തെ കളിയിലെ കേമനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കൊൽക്കത്തയുടെ ഇന്നത്തെ വിജയത്തോടെ വീണ്ടും പ്ലേ ഓഫിനുള്ള മത്സരം മുറുകുന്ന കാഴ്ച തന്നെയാണ് പോയിന്റ് പട്ടികയിൽ കാണാൻ കഴിയുന്നത്. ഒന്നാമത് നിൽക്കുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിന് 14, പഞ്ചാബിന് 13, RCBക്ക് 12, രാജസ്ഥാൻ റോയൽസിന് 12, ഗുജറാത്തിന് 12, ചെന്നൈ സൂപ്പർ കിങ്സിന് 10, KKRന് 9. പക്ഷേ KKRന്റെ മുതൽക്കൂട്ട് ഒരു പക്ഷേ ആ മഴയിലൂടെ ലഭിച്ച പോയിന്റ് തന്നെയായിരിക്കും. ആ ഒറ്റ പോയിന്റ് പോസിറ്റീവാകുമോ നെഗറ്റീവാകുമോ മത്സരങ്ങൾ അവസാനം വരെ കാത്തിരിക്കേണ്ടി വരുന്നു. 4ാം സ്ഥാനം എത്തിപ്പിടിക്കാൻ അവസാന മത്സരങ്ങൾ വിജയത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സിനും ഗുജറാത്തിനുമെല്ലാം ഒരു പക്ഷേ KKRന്റെ ഒറ്റ പോയിന്റ് ഭീഷണിയാകാൻ സാധ്യതയുണ്ട്. കാത്തിരിക്കാം നമുക്ക്. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.